ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് തമ്മിലിൽ നിന്ന് മനസ്സിലായി കാണും. അതെ, നമ്മുടെ +2ൻ്റെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു സമ്മപ്പുണ്ട്, അതുപോലെ തന്നെ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, ഓരോ മാർക്കിനനുസരിച്ച് എത്ര പോയിൻ്റാണ് എഴുതുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ കമൻറ്റ്സ് എനിക്ക് വരുന്നത്. ചേച്ചി 4 മാർക്കിന് എങ്ങനെയാണ് എഴുതുന്നത്, ചേച്ചി ഇപ്രാവശ്യം കൂടെ ക്ലാസ് ഇടുമോ, അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ടേക്കാം അല്ലേ. അപ്പം സോ ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ഞാനങ്ങനെ കറക്റ്റ് വരിക്കണമെന്നല്ല, ജസ്റ്റ് നമുക്ക് എല്ലാ ചാപ്റ്ററും പഠിക്കണമല്ലോ, അതുകൊണ്ട് വരിക്കാനായിട്ട് പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാമർ എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാമർ എന്ന ചാപ്റ്റർ, ഇപ്പം ഒരു കാര്യം പറയാനാണെങ്കിൽ ഓരോ ചാപ്റ്ററും എഴുതിയിരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അതിപ്പോൾ ഏതെങ്കിലും ഒരു 8 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ എഴുതാനോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു പോയത്തിൻ്റെ സ്റ്റാൻസ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ പോയറ്റ്, അല്ലെങ്കിൽ ഹൂ ഈസ് എ സ്പീക്കർ ഹിയർ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അവിടെ നമ്മൾ ഈ പോയറ്റിൻ്റെ ഓതറിൻ്റെയൊക്കെ പേരാണ് എഴുതേണ്ടത്. അപ്പം അത് നമുക്ക് കറക്റ്റായിട്ട് എഴുതണം. ആ പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മളിത് തീർച്ചയായും പഠിച്ചിരിക്കണം. ഓക്കെ, സോ സ്റ്റാമർ എന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്നത്, അല്ലെ പോയം എഴുതിയിരിക്കുന്നത് കെ സച്ചിദാനന്ദനാണ്. ഇത് ആക്ച്വലി ഒരു മലയാളം പോയമായിരുന്നു, അതാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാമർ എന്താണ് ആക്ച്വലി വിക്കാണ്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ എന്ന് പറയല്ലേ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഇൻട്രോ പോലെ കൊടുത്തേക്കുന്നത്, ജസ്റ്റ് ആസ് എ കോയിൻ ഹാസ് 2 സൈഡ്സ്, എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്. Stammer is normally considered as a negative characteristic in a person, but in this poem, the poet presents it as a positive characteristics. So, ഇത്രയുള്ള കാര്യം, ഒരു കോയിന് 2 വശങ്ങളുള്ള പോലെ തന്നെ എല്ലാ കാര്യത്തിനും പോസിറ്റീവ് ആസ്പെക്റ്റുമുണ്ട്, നെഗറ്റീവ് ആസ്പെക്റ്റുമുണ്ട്. നമ്മൾ പറയില്ലേ, സംഭവിക്കുന്നതെല്ലാം നല്ലതിന് അല്ലേ, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. അപ്പം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അതുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്, എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പം സ്റ്റാമർ, ഇപ്പോൾ വിക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വിക്ക് പറയുമ്പോൾ വിക്കുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് നോർമലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അയ്യോ, അയാൾക്ക് ഇങ്ങനൊരു ഡിസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വിക്കുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചിലരിലെങ്കിലും തോന്നിയിരിക്കാം. ഓക്കെ, ഇന്ന് നമ്മുടെ ഈ ഒരു പോയത്തിൽ, നമ്മുടെ പോയറ്റ് ഈ സ്റ്റാമർ എന്ന ആ ഒരു എന്താണ്, ആ ഒരു ട്രൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് നമുക്ക് ലൈഫിൽ പ്രോഗ്രസ് നേടാമെന്നാണ് അദ്ദേഹം ഈ പോയത്തിലൂടെ പറയുന്നത്. സോ നമുക്ക് അതിനകത്ത് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് മെയിനായിട്ടും ക്വസ്റ്റ്യൻ ആൻസർ കാര്യങ്ങൾ മാത്രമല്ല വരുന്നത്. നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സിലൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക ആ ഒരു രീതിയല്ല. നമുക്ക് സ്റ്റാൻസ് തന്നിട്ട് അത് ഏത് ചാപ്റ്ററാണല്ലേ, അതിനകത്ത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഐഡൻറ്റിഫൈ ദ പോയിറ്റ്, അങ്ങനെയൊക്കെ വരും. അതുപോലെ തന്നെ ഇതിനെല്ലാം എക്സ്റ്റേണലായിട്ട് നമ്മൾ ലെറ്റർ റൈറ്റിംഗ് അതെല്ലാം ഉണ്ടെങ്കിലും പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. അതായത് ബ്ലോഗ് റൈറ്റിംഗ്, അതുപോലെ ഒരു ഡിസ്കഷൻ പാനൽ, പിന്നെ ഒരു സ്ക്രീൻ പ്ലേ, അതായത് ഒരു നാടകം അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ളൊരു ഇൻട്രൊഡക്ഷൻ, അങ്ങനെ പല പല ടാസ്ക് ആയിട്ടുള്ള ചോദ്യങ്ങളും നമുക്കിതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് ഇംഗ്ലീഷിൽ നമുക്ക് മൊത്തത്തിൽ പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ നോക്കിയോ, പിക്ക് ഔട്ട് ദ ലൈൻസ് യു പർട്ടിക്കുലർലി ലൈക്ക്. ഞാൻ കുറച്ച് സ്പീഡ് പറയാം, കാരണം കുറേ അധികം പഠിക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്നെല്ലാം തീർക്കാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊരു സമ്മപ്പായിട്ട് ഇതിനെ കരുതാവും. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമെന്നാണ്, എന്നാലും സ്റ്റിൽ ഞാൻ മാക്സിമം എല്ലാം, അതായത് ഒരു ചാപ്റ്റർ പോലും നിങ്ങൾക്ക് അറിയില്ല ഇത് ചാപ്റ്റർ എന്നുള്ളൊരു തിങ്കിങ് വരാമല്ലോ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഞാൻ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ വി ഗോ. പിക്ക് ഔട്ട് ദ ലൈൻസ് യു പർട്ടിക്കുലർലി ലൈക്ക് ആൻഡ് ഡിസ്കസ് ദം വിത്ത് എ പാർട്ണർ. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരണം എന്നില്ല, പകരം ഈ ഒരു സ്റ്റാൻസ് കണ്ടില്ലേ, സ്റ്റാമർ ഇസ് നോട്ട് ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. ഈ ഒരു സ്റ്റാൻസ് തന്നിട്ട് ആക്ച്വലി എന്താണ് അതിനെക്കുറിച്ച് പറയുക, അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയോ, ഐ ലൈക്ക് ദീസ് ലൈൻസ്, ദേ ഗീവ് എസ് എ പോസിറ്റീവ് തോട്ട്. ഇപ്പം നമ്മുടെ വരികൾ എന്താ, സ്റ്റാമർ ഒരു ഹാൻഡിക്യാപ്പ് അല്ല, ഒരു വൈകല്യമല്ല, അതൊരു സംസാര രീതിയാണ് എന്നാണ് ഈ ലൈൻ പറയുന്നത് അല്ലേ. ഇപ്പോൾ പലർക്കും പല രീതിയിൽ പല സ്ലാങ്ങിൽ സംസാരിക്കുന്നവരുണ്ടല്ലേ. നമ്മുടെ തൃശ്ശൂരുകാരുടെ ആ ഒരു സ്ലാങ്ങൊക്കെ നമുക്ക് കൊല്ലക്കാർക്ക് കിട്ടില്ല,
അല്ലെങ്കിൽ തിരുവനന്തപുരംകാരുടെ ആ ഒരു സ്ലാങ് കിട്ടില്ല. അപ്പം ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഓരോരുത്തർ സംസാരിക്കുന്ന രീതി കേൾക്കാനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് സ്റ്റാമറും ഒരു മോഡ് ഓഫ് സ്പീച്ചാണ്. ഓക്കെ, സോ ഹിയർ വി ഗോ. ഐ ലൈക്ക് ദീസ് ലൈൻസ്, ദേ ഗീവ് എസ് എ പോസിറ്റീവ് തോട്ട് അബൌട്ട് സ്റ്റാമർ. അല്ലേ, സ്റ്റാമറിനെ കുറിച്ച് പൊതുവായിട്ടുള്ള എല്ലാവരുടെയും ധാരണ മാറ്റുന്ന ഒരു വരികൾ തന്നെയാണിത്. വി നോർമലി തിങ്ക് ദാറ്റ് സ്റ്റാമർ ഈസ് എൻ അൺസ്റ്റഡിനെസ് ഇൻ സ്പീക്കിംഗ് ഓർ ഫാൽട്ടറിങ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് എസ് ഡിസബിലിറ്റി, അല്ലേ? But here the poet presents it as a mode of speech. He doesn't mention it as a handicap. Here we can see the different perspective of the poet. അപ്പം പേഴ്സ്പെക്റ്റീവ് എന്ന വേർഡൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ. പേഴ്സ്പെക്റ്റീവ് കാരണം ഇംഗ്ലീഷ് പരീക്ഷയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, എത്ര കയ്യിൽ നിന്നിടാന്ന് പറഞ്ഞാലും ചില ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആൻസർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് നമുക്ക് സംഭവം അറിയാം, പക്ഷേ അങ്ങോട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? വേർഡ്സിൻ്റെ ഷോർട്ടേജ് ആണ്. സോ ഇവിടെ ഈ പേഴ്സ്പെക്റ്റീവ് എന്ന വേർഡ് നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോഴും എല്ലാം യൂസ് ചെയ്യാം. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടിരുന്നോളും. പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എൻ്റെ പോയിറ്റിൻ്റെ ചിന്താഗതി, അല്ലേ, പോയിന്റ് ഓഫ് വ്യൂ, അങ്ങനെയൊക്കെ അർത്ഥം വരുന്നതാണ്. ഓക്കെ, we can see the different perspective of the poet and we also must think differently. Perspectives makes the difference, അല്ലേ? ഒരു കാര്യത്തെ നോക്കി കാണുന്നതിലാണ് എന്താണ് വ്യത്യസ്തത വരുന്നത്. Each thing has its own positive and negative. We ought to be positive always. നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യത്തിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാം നെഗറ്റീവ് അടിച്ച് കുളമാക്കാതെ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഇവിടെ വരുന്നത് അടുത്തൊരു പോയത്തിൻ്റെ ലൈനാണ്. ഇതാണ് നമ്മുടെ പോയറ്റ്. ഓക്കെ, കെ സച്ചിദാനന്ദൻ. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് സ്റ്റാമർ ഇസ് എ സൈലൻസ് ആൻഡ് ദ ഡീഡ്. ഓക്കെ, അത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലൈൻസ് ഉണ്ട്, എല്ലാം കൂടെ എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് കമ്പാരിസൺ ഇൻ ദ പോയം ഡു യു ലൈക്ക് ദ മോസ്റ്റ്, വൈ? അപ്പം ഇതും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ പോയത്തിലെ ഏത് വരികളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട്? നേരത്തെ ചോദ്യം എന്തായിരുന്നു? പോയത്തിൽ ഏതെങ്കിലും ഒരു ലൈൻ എടുക്കുക, അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, നമ്മളൊരു ലൈൻ എടുത്തു, അതിനെക്കുറിച്ച് പറയാണ്, സ്റ്റാമർ ഒരു സൈലൻസ് ആണ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ഡീഡ് എന്നാണ് ആ ഒരു ലൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്, നമ്മളിപ്പോൾ നോർമലി പണ്ട് കുഞ്ഞിലെ ക്ലാസ്സിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ നമ്മൾ പറയില്ലേ 1 2 2, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 2 2 4. കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്കത് എന്താണ് ആഡ് ചെയ്തൊക്കെ പറയാൻ നോക്കുമല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, നമുക്ക് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിക്കിട്ട അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ടൈം കിട്ടുമല്ലോ. അപ്പോൾ പോയറ്റും ഇതേ രീതിയിൽ പറയാണ്, അതായത് വേർഡ്സും ഡീഡും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഒരു സൈലൻസ് ആണ് ആക്ച്വലി സ്റ്റാമർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഹിയർ ദ പോയറ്റ് ലിങ്ക്സ് സ്റ്റാമർ ആൻഡ് ദ ലെയിംനെസ് ടു സൈലൻസ്. ഹി സേസ് ദാറ്റ് സ്റ്റാമർ ഇസ് ലൈക്ക് സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഒരു വേർഡും അതിൻ്റെ മീനിങ്ങിനും ഇടയിൽ വരുന്ന ഒരു സൈലൻസ് മാത്രമാണ് സ്റ്റാമർ എന്നാണ് പോയറ്റ് പറയുന്നത്. സിമിലർലി ലെയിംനെസ് ഇസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ deed. Okay, so both stammer and lameness are linked to silence. അപ്പം സ്റ്റാമറും ലെയിംനെസ്സും ഒരേപോലെ സൈലൻസിനോടാണ് ലീഡ് ചെയ്യുന്നത്. അത്രയുള്ള കാര്യം. ഇപ്പോൾ അടുത്താണ് ബ്ലോഗിങ് എന്നൊരു അടുത്ത നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന മെയിനായിട്ടുള്ളൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലെ ക്വസ്റ്റ്യൻ ആണ് ബ്ലോഗ് എഴുതുക. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോണം, അതായത് ഡേറ്റും അതുപോലെ എഴുതുന്ന ആളുടെ പേരും. January 10, 2014 ഒരു സ്ലാഷ് ഇട്ടിട്ട് പേരെഴുതുന്നു അപർണ. ഓക്കെ, അപ്പം ഇത്രയും ഈ ഒരു രീതി. അതുപോലെ താഴെ നോക്കുക September 5, 2013 ഗൗതം കൃഷ്ണ. അപ്പോൾ ഇതാണ് ഒരു ബ്ലോഗ് എഴുതുന്നതിൻ്റെ ഫസ്റ്റ് രീതി. ഇത്രയും എഴുതിയാൽ പോരാ, ഇത് ചെറിയൊരു സാമ്പിൾ മാത്രമാണ്, പക്ഷേ ഇത്രയല്ല, കുറച്ചും കൂടെ അധികം എഴുതണം. കാരണം ഒരു ബ്ലോഗ് ഒക്കെ എഴുതാൻ വരുമ്പോൾ മെയിൻ ആയിട്ടൊരു 6 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 to 6 ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത് നോർമലി മാർക്ക്. അപ്പോൾ ഇത്ര എഴുതിയാൽ പോരാ. ഓക്കെ, വ്ളോഗിങ് ഉണ്ട് എന്നതാണ് ഞാൻ അറിയിക്കാൻ വേണ്ടി അതെടുത്തു ഉള്ളൂ. സോ ഹിയർ വി ഗോ. സ്റ്റാമർ ഇസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഇസ് മോഡ് ഓഫ് സ്പീച്ച്. വാട്ട് ഈസ് ദ ഐഡിയ കൺവേഡ് ഹിയർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതുപോലെ അടുത്ത ഈച്ച് ടൈം വി സ്റ്റാമർ ഗോഡ് ഓഫ് മീനിങ്സ്. ഓക്കെ, അപ്പം വൈ ഡസ് ദ പോയറ്റ് തിങ്ക് സോ? ഇതൊരു പോയത്തിലെ ഒരു വരി തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം എന്താണ്, എന്തുകൊണ്ടാണ് പോയറ്റ് അങ്ങനെ പറയുന്നത് അല്ലെ അങ്ങനെ ചിന്തിക്കുന്നത്?
According to the poet, every time a person stammers, he offers a sacrifice to the god of meaning. അത് ആ വേർഡിൻ്റെ മീനിങ്ങുമായിട്ട് വേർഡിൻ്റെ മീനിങ്ങുമായിട്ടുള്ളൊരു ബിറ്റ്വീൻ ഉള്ളൊരു സൈലൻസ് ആണ് ആക്ച്വലി സ്റ്റാമർ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഓരോ സമയവും സ്റ്റാമർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഹി ഓഫർ എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ് എന്ന് പോയിട്ട് പറയാണ്. എ പേഴ്സൺ സ്റ്റാമേഴ്സ് വെൻ ഹി സ്ട്രഗിൾസ് ടു ചൂസ് ദ റൈറ്റ് വേർഡ് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം തന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാനെടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നു, അതായത് നെക്സ്റ്റ് എന്ത് പറയണമെന്ന് ഞാനിങ്ങനെ തിങ്ക് ചെയ്യണം അല്ലേ. അതേ കാര്യമാണ് ഒരു പേഴ്സൺ അങ്ങനെ സ്റ്റാമർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്ത് റൈറ്റ് വേർഡ് ചൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള സ്ട്രഗിളിംഗ് ആണ് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ എന്നൊക്കെ പറഞ്ഞ് തിങ്ക് ചെയ്യണേ ആക്ച്വലി എന്താണ് അടുത്ത് എന്ത് പറയണം എന്നുള്ളൊരു സ്ട്രഗിളിംഗ് അവിടെ നടക്കണം. അത് തന്നെ ഉള്ളൂ. എ പേഴ്സൺ സ്റ്റാമേഴ്സ് വെൻ ഹി സ്ട്രഗിൾസ് ടു ചൂസ് ദ റൈറ്റ് വേർഡ് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്. ആ ആളുടെ മനസ്സിലുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് വേർഡ് കറക്റ്റായിട്ട്, ഇപ്പോൾ കുറേ വേർഡ്സ് നമുക്ക് രീതി അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ പല രീതിയിൽ സംസാരിക്കാൻ പറ്റും അല്ലേ. അപ്പം ഏറ്റവും ബെസ്റ്റ് വേയിൽ നമ്മുടെ ഐഡിയ അതേപോലെ മറ്റേ ആൾക്ക് കൺവേ ചെയ്ത് കിട്ടാൻ വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുമ്പം അതെ ഇപ്പം തന്നെ ഞാൻ എന്ന് പറഞ്ഞില്ലേ അത് തന്നെ അത്രയുള്ള കാര്യം. This struggle is envisaged by the poet as a sacrifice offered to the god of meaning. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഓക്കെ, അടുത്തതും ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് പോയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെയോ സ്റ്റാൻസയോ ഒരു പാരഗ്രാഫോ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് കോമൺ ടു സ്റ്റാമർ ആൻഡ് ലെയിംനെസ്? സ്റ്റാമറിനും ലെയിംനെസ്സിനും കോമൺ ആയിട്ടുള്ളത് എന്തായിരുന്നു? നേരത്തെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞതാണ് സൈലൻസ് എന്ന വേർഡാണ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയിഡ് ഇൻ ദ ലൈൻസ്. ഇവിടെ ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് വരുന്നത്? സ്റ്റാമർ ഈസ് ദ സൈലൻസ്, ലെയിംനെസ് ഈസ് ദ സൈലൻസ്. ജസ്റ്റ് ആസ് ലെയിംനെസ് ഈസ് ദ സൈലൻസ് എന്ന ഒരു വേർഡാണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് സിമിലി ആണ്. ആക്ച്വലി സിമിലി എന്താണ് അറിയോ? ആസ് അല്ലെങ്കിൽ ലൈക്ക് ഈ രണ്ട് വേർഡ് യൂസ് ചെയ്ത് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ അതിനെയാണ് സിമിലി എന്ന ഫിഗർ ഓഫ് സ്പീച്ച് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വാട്ട് ഈസ് ദ പോയിറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ? പോയിറ്റ് എന്താണ് സ്റ്റാമറിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നത്? സ്റ്റാമർ ഇസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഇസ് ഓൺലി എ മോഡ് ഓഫ് സ്പീച്ച്, ഇറ്റ് ഈസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റാമർ സിംബലൈസസ് ദ എബിലിറ്റി ടു പ്രൊട്ടസ്റ്റ്, റെസ്പോണ്ട് ആൻഡ് റിയാക്ട് ടു ദ ഇവിൽസ് ഓഫ് ദ സൊസൈറ്റി. ഡു യു എഗ്രി? അതും നിങ്ങൾക്ക് ആയിട്ട് പറയാവുന്നേ ഉള്ളൂ. അതായത് സ്റ്റാമർ എന്ന് പറയുന്നത് നമ്മളിപ്പം എന്താണ് ഒരു കാര്യത്തെ വളരെ ഒരുപാട് സെൻസേഷണലായ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാതോരാതെ നിർത്താതെ സംസാരിക്കാൻ ഒരാളെ കൊണ്ട് പറ്റുമെന്ന് നമുക്ക് തോന്നില്ല. അല്ലെങ്കിൽ അത്രയും ഒരു ഭയങ്കര സംസാരിച്ച് ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. അല്ല നമ്മളെക്കുറിച്ച് നമ്മുടെ അടുത്ത് പറയുകയാണ് ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് വരും, ലാഗാവും. കാരണം നെക്സ്റ്റ് എന്ത് വേർഡ് ചൂസ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന വേർഡ് കറക്റ്റ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അത് ഇമ്പാക്റ്റ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കുറേ തോട്ട്സ് പ്രോസസ്സ് നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡിലൂടെ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമല്ലേ. അപ്പം നമുക്ക് എന്തൊരു കാര്യം അതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ടും റിയാക്റ്റും പ്രൊട്ടസ്റ്റും ചെയ്യുന്ന ഇടയ്ക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാമർ ചെയ്യും. അതിലേത് വ്യക്തിയും ചെയ്യും. അത് വിക്കുള്ള ആളാണെന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ഡു യു എഗ്രി, യെസ് ഐ എഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ എഴുതി തുടങ്ങുക. ഓക്കെ, 4 മാർക്കാണ്. ജസ്റ്റ് ഒരു 8 ലൈൻസ് മാത്രം മതി, അല്ലെ 8 ലൈൻസ് ജസ്റ്റ് എഴുതുക. ഓക്കെ, അത്രയും മതി. 4 മാർക്സിന് 8 ലൈൻസ് മതി. ദെൻ അടുത്ത, God too must have stammered when he created man. That is why all the words of man carry different meanings. That is why everything he utters from his prayers to his commands stammers like poetry. അപ്പോൾ ഇത് അടുത്തൊരു പോയത്തിൻ്റെ ലൈൻ തന്നെയാണ്. ഐഡൻറ്റിഫൈ ദ പോയം ആൻഡ് ദ പോയറ്റ്. ഏതാണ് പോയം? സ്റ്റാമർ. പോയറ്റ് ആരാണ്? K. സച്ചിദാനന്ദൻ. ഹൂ ഡസ് ഹീ ഇൻ ദ 5th ലൈൻ റെഫർ ടു? 5th ലൈൻ ആയിട്ടുള്ളതിൽ ഹീ എന്താണെന്നല്ലേ? 1 2 3 4 5. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹീ അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രേയേഴ്സ്. ആരാണ് ഹീ? ആരാണ്? മാൻ ആണ്. യെസ്, നമ്മളാണ്. ദെൻ ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ലാസ്റ്റ് ലൈൻ. ലാസ്റ്റ് ലൈനിൽ യൂസ് ചെയ്ത പോയറ്റിക് ഡിവൈസ് ഒബ്വിയസ്ലി സിമിലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കണ്ടോ ലൈക്ക് ഉപയോഗിച്ചിങ്ങനെ കണ്ടോ? ലൈക്കോ ആസോ വന്നിട്ടുള്ള പോയറ്റിക് ലൈൻ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഏതാണ്
ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി. ഓക്കെ, സ്മൈൽ അല്ല, SIMILIE ആണ്. ഓക്കെ, LI ഇല്ല, LE. ഓക്കെ, then what according to the poet is the reason for words carrying different meaning? അപ്പം അക്കോർഡിംഗ് ടു പോയറ്റ് എന്താണ് വേർഡ്സ് ഡിഫറെൻറ്റ് മീനിങ് ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള റീസൺ? ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമർഡ് വെൻ ഹി ക്രിയേറ്റഡ്. ആ ഒരു പോയറ്റ് ആ തന്നിരിക്കുന്ന സ്റ്റാൻസയിൽ നിന്നും ആൻസർ ചെയ്താൽ മതി. അതായത് പറയാണ്, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച സമയത്തും അദ്ദേഹത്തിന് വിക്കലുണ്ടായി കാണാം. ഓക്കെ, കാരണം ഒരു വലിയ പ്രതിഭാസത്തിനെയാണ് സൃഷ്ടിക്കാൻ പോണേ. അപ്പം ആ സമയത്തും അദ്ദേഹവും സ്റ്റാമർ ചെയ്ത് കാണും. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരുടെ ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങൾ. അത് ആക്ച്വലി ഒരു ലിറ്ററൽ മീനിങ് അല്ല. നമ്മൾ വായിക്കുമ്പോൾ ആ വാക്കിനർത്ഥം ശരിയാണല്ലോ, ഓരോ വാക്കിനർത്ഥം അങ്ങനല്ല. അത് ആക്ച്വലി ഒരു കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു മീനിങ് വരും. അതായത് മനുഷ്യർ ചെയ്യുന്ന പല പ്രവർത്തികൾക്കും പല അർത്ഥങ്ങളുണ്ടല്ലേ. അപ്പോൾ അങ്ങനൊരു മീനിങ് ആണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, അത്രയും കാടുകയറി ചിന്തിക്കേണ്ട, അതെല്ലാം വിട്ടേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം സ്റ്റാമർ. സ്റ്റാമർ എന്ന പോയത്തിന് ഒരു അപ്രീസിയേഷൻ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അപ്രീസിയേഷൻ എന്നത് സ്റ്റാമറിൻ്റെ പോയത്തിന് മാത്രമല്ല, നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഏത് പോയം ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഏത് പോയത്തിനായാലും റൈറ്റ് ആൻ അപ്രീസിയേഷൻ എന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇത് 100% ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ. അത് ചിലപ്പം ചെമ്മൻ ചാക്കോടെ റൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന ഒരു നമ്മുടെ ഡെൻറ്റിസ്റ്റിൻ്റെ ആ ചാപ്റ്റർ ആയിരിക്കും, അല്ല ആ പോയം ആയിരിക്കാം. പല പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം അതിൻ്റെ ഇൻട്രോ ആയിട്ട്. ഇത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ 6 മാർക്ക് എന്ന് പറയുമ്പോൾ കുറഞ്ഞതൊരു 12 ലൈൻസ് എങ്കിലും വേണം. 12 ലൈൻസ് അല്ലെങ്കിൽ 12 ലൈൻസ് അല്ല 18 ലൈൻസ് എങ്കിലും വേണം. ഓക്കെ, അതായത് 6 × 3 6 മാർക്ക് 8 മാർക്ക് എന്ന രീതിയിലാണെങ്കിൽ, ഓക്കെ 6 മാർക്ക് 8 മാർക്ക് ആണെങ്കിൽ × 3 എന്ന രീതിയിൽ വേണം എഴുതാൻ. ഇപ്പോൾ 8 മാർക്ക് ആണെങ്കിൽ 24 ലൈൻസ് വേണ്ടി വരും. ഓക്കെ, സോ ഫസ്റ്റ് എഴുതേണ്ടത് ആ പോയം എഴുതിയത് ആരാണ്, ആ എഴുതിയ ആളെക്കുറിച്ച് കുറച്ച് കാര്യം. അങ്ങനല്ലേ നമ്മൾ മലയാളത്തിനായാലും എഴുതുന്നത്. എന്താണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ മാമ്പഴം എന്ന കവിതയിൽ നിന്നും എടുത്ത ചോദ്യമാണിത്. അങ്ങനെയല്ലേ എഴുതി തുടങ്ങണേ. അതുപോലെ തന്നെയാണ് ഇതും ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ വി ഹാവ് ടു റൈറ്റ് ലൈക്ക് ദാറ്റ്. The poem Stammer is written by K. Sachidanandan. He is an Indian poet writing in Malayalam and English. He had served as a former secretary. ഇത്രയും കാര്യങ്ങളൊന്നും എഴുതണ്ട, എന്നാലും ഇത്ര എഴുതുക. He is an Indian poet writing in Malayalam and English. Then this poem presents poetic rendition of Stammer. It mentions different types of perspective and perspectives make the differences in life. അല്ലേ, നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തത ഉണ്ടാക്കുന്നത്. ഓക്കെ, in this poem the poet says that stammer is not handicap as generally believed. It is only a mode of speech. ഒരു വൈകല്യമല്ല, അതൊരു മോഡ് ഓഫ് സ്പീച്ച് മാത്രമാണ് സ്റ്റാമർ. ഇറ്റ് ഈസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്. വെൻ എ ഹോൾ പീപ്പിൾ സ്റ്റാമർ ഇറ്റ് ബിക്കംസ് ദെയർ മദർ ടങ്. ഓക്കെ, അപ്പം ഒരു മോഡ് ഓഫ് സ്പീച്ച് ആണെന്ന് പറയുന്നു. എന്നാൽ ഒരു കൂട്ടം ജനത അതുപോലെ സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ അതൊരു മദർ ഓഫ് ടങ് ആയി മാറുകയാണ്. God too must have stammered when he created man. That is why all the word of man carry different meaning. So we can consider stammer as a sort of poetry. Usually stammer is considered as a faltering or defect in speaking. It is often considered as a handicap, but here the poet considered it as only a mode of speech. At last he compares it with poetry. Here we can see a different perspective about stammer. ഇവിടെ നമുക്ക് സ്റ്റാമറിനെ കുറിച്ച് ഒരു വേറിട്ട കാഴ്ചപ്പാട് കാണാം. ഈച്ച് ആൻഡ് എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓരോ കാര്യത്തിനും അതിൻ്റേതായ പോസിറ്റീവ് ആസ്പെക്റ്റുമുണ്ട്, നെഗറ്റീവ് ആസ്പെക്റ്റുമുണ്ട്. സം പീപ്പിൾ ഓൾവേസ് തിങ്ക് അബൌട്ട് നെഗറ്റീവ് സൈഡ്. നമ്മൾ പറയില്ലേ, ഇവ എപ്പോഴും നെഗറ്റീവാണ് എന്ന് പറയല്ലേ. ചില ആൾക്കാർ അങ്ങനെയാണ്, എപ്പോഴും നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. ദേ കാൺ സീ ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് എനിത്തിങ്. അവർക്കൊരിക്കലും അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ കഴിയില്ല. കാരണം എന്താണ്, അവർ ശ്രമിക്കുന്നില്ല അതിന്. ബട്ട് സം അതേഴ്സ് ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അത് നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ ഒരു അപ്രോച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു അഡ്വേഴ്സിറ്റി ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കൊമേഴ്സ് രീതി പറയുകയാണെങ്കിൽ കോവിഡ് വന്നു. ആ ടൈമിൽ സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി. അതുപോലെ എന്താണ് ഡ്രസ്സിൻ്റെ ഒരു
കുറേ ആളുകൾ തുണിക്കടയിലോട്ട് വരാത്തപ്പോൾ അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചപ്പോൾ അവർ എന്താണ് ചെയ്തത്, ആ ഒരു അഡ്വേഴ്സിറ്റിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കിക്കൊണ്ട് അവർ ആക്ച്വലി മാസ്ക് നിർമ്മിക്കാൻ തുടങ്ങി അല്ലേ. അങ്ങനെയാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്താണ് ഒരു ലൈഫിലൊരു ചേഞ്ച് വരത്തുള്ളൂ. ഓക്കെ, അയ്യോ കൊറോണ വന്നെല്ലാം പോയി എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും അതൊരു ഗ്രോത്ത് ആവില്ല. ഓക്കെ, സോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ദേ ക്യാൻ ഈസിലി ഓവർകം ദ പ്രോബ്ലംസ് ഇൻ ദിയർ ലൈഫ് ആൻഡ് അച്ചീവ് സക്സസ് ഇൻ ലൈഫ്. So we should always be positive, and here the poet proves that perspectives makes a difference. So അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. പരീക്ഷയ്ക്ക് ജയിക്കും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. അല്ലാതെ പോയി പൊന്നുമുളെ പോയി തോറ്റു പൊട്ടി എന്ന രീതിയിലല്ല. നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ മാക്സിമം ശ്രമിച്ചിരിക്കും എന്ന രീതിയിൽ എഴുതുക. ഓക്കെ, ഇറ്റ് ഇസ് എ 5 stanza പോയമാണ്. അതിൻ്റെ ലാംഗ്വേജ് ലൂസിഡ് ആണ്, ആൻഡ് സോ ഇറ്റ് ഇസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. The poet uses some comparisons also, and here the poet presents a different topic in an unusual way. അല്ലേ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അൺയൂഷ്വൽ വേയിലാണ് അദ്ദേഹം ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് എ വെരി ഗുഡ് പോയം. അപ്പോൾ ലാസ്റ്റ് ഇത് ഒരു കൺക്ലൂഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഒരു ഇൻട്രോ എഴുതുക, ആൻഡ് ദെൻ നമ്മുടെ പോയത്തിൻ്റെ കണ്ടൻറ്റ് എന്താണ്, പോയത്തിൽ പറയുന്ന കാര്യങ്ങൾ എഴുതുക, ആൻഡ് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ എഴുതുക. കണ്ടോ, ഇറ്റ് ഇസ് എ ഗുഡ് പോയം, വെരി ഇൻട്രസ്റ്റിംഗ് പോയം, അങ്ങനെ എഴുതി നിർത്തുക. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു എസ്സേ എഴുതേണ്ടത്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്, 6 മാർക്കായാലും 8 മാർക്കായാലും. ഓക്കെ, നെക്സ്റ്റ്, വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ബൈ വങ്കാരി മത്തായി. അപ്പോൾ വങ്കാരി മത്തായിയുടെ അടുത്തൊരു സ്പീച്ചാണ് ആക്ച്വലി അല്ലേ. വങ്കാരി മത്തായി ആരാണ്? വങ്കാരി മത്തായി വാസ് എ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ. ഇദ്ദേഹമാണ് വങ്കാരി മത്തായി. ഓക്കെ, Wangari Maathai was the first African woman to receive the Nobel Peace Prize. ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ആണ് നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത്. ദിസ് ലെസൺ ഇസ് അബ്രീഷ്ഡ് വേർഷൻ ഓഫ് ഹർ സ്പീച്ച് വൈൽ അക്സെപ്റ്റിംഗ് ദ പ്രസ്റ്റീജിയസ് പ്രൈസ്. അപ്പോൾ ഈ ഒരു പ്രൈസ് വാങ്ങുന്ന സമയത്ത് അവർ ഡെലിവർ ചെയ്ത ഒരു സ്പീച്ചാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ നേച്ചറിൻ്റെ ക്രൂഷ്യൽ റോളാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then what according to Wangari Maathai is a challenge of our generation. നമ്മുടെ ജനറേഷൻ്റെ ചലഞ്ച് എന്താണ്? വങ്കാരി മത്തായി പറയുന്നത് അനുസരിച്ച് എന്താണ്? അക്കോർഡിംഗ് ടു ഹർ എന്താണ്? The challenge of our generation is to restore the beauty of nature and give back to our children a world of beauty and wonder. അത് പണ്ടുണ്ടായിരുന്ന പോലെ ഒരു മനോഹരമായ നേച്ചർ അല്ലേ. പണ്ട് നമ്മുടെ പാരൻസ് പറയല്ലേ, അവർ കുഞ്ഞുനാളിൽ മാന്തോപ്പിൽ കളിച്ചിരുന്ന സമയവും അതുപോലെ പുഴയുടെ ഓരത്ത് നിന്ന് മീൻ പിടിക്കുന്നത് എല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആക്ച്വലി അതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ കാണുന്നത് ഫുള്ള് മോഡേണൈസ്ഡ് സിറ്റി ടെക്നോളജി അങ്ങനെയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പണ്ടത്തെ ആ ഒരു നേച്ചറും അല്ലെങ്കിൽ നേച്ചറുമായിട്ടുള്ള ആ ഒരു ക്ലോസ് ലീവിങ് എല്ലാവർക്കും അന്യമായി പോയി. അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ അടുത്ത് പറയുന്ന വങ്കാരി മത്തായി. നമ്മുടെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടി റീസ്റ്റോർ ചെയ്യുക എന്ന ചലഞ്ചാണ്. കാരണം നമ്മുടെ ചിൽഡ്രന് ഒരു വേൾഡ് ഓഫ് ബ്യൂട്ടിയും വണ്ടറും കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ മെയിൻറ്റെയിനിങ് എൻവയോൺമെൻറ്റൽ ബാലൻസ്? എൻവയോൺമെൻറ്റൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ബയോഡൈവേഴ്സിറ്റിയുടെ റോൾ എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? Biodiversity means existence of many different kinds of animals and plants, which makes a balanced environment. അല്ലേ, biodiversity gives equal importance to both plants and animals, and in our environment all organisms depends on each other. ഒരു ഫുഡ് ചെയിൻ അല്ലേ. ഗ്രാസ് കഴിക്കാനായിട്ട് ഡീറുണ്ട്, ഡീറിനെ കഴിക്കാൻ ടൈഗറുണ്ട് അല്ലേ. അപ്പം ടൈഗർ മരിച്ചു പോയാൽ ടൈഗറിനെ കഴിക്കാനായിട്ട് നമുക്ക് വൾച്ചേഴ്സ് ഉണ്ട്. ടൈഗറിൻ്റെ ആ ഒരു ഡീക്കെ ആയ ബോഡി കഴിക്കാൻ വൾച്ചേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ അതവിടെ നിന്ന് കിടന്ന് ചീഞ്ഞ് കൊളാവുമല്ലോ. സോ അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇഫ് എനി പ്ലാന്റ് ഓർ ആനിമൽ ഇസ് കംപ്ലീറ്റ്ലി റിമൂവഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ് ദാറ്റ് വിൽ അഫക്ട് ദ കണ്ടീഷൻ ഓഫ് ദ അതർ അല്ലേ. ഫോർ എക്സാമ്പിൾ ഡിയർ ഒന്നുമില്ല എങ്കിൽ ഈ ടൈഗേഴ്സൊക്കെ എന്ത് ചെയ്യും അല്ലേ കഴിക്കാനായിട്ട്? അവർ പിന്നെ മനുഷ്യരെ കഴിക്കേണ്ടി വരും അല്ലേ. ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു വലിയ നഷ്ടമാണ്. അപ്പം ഈ ഡീറൊക്കെ ഇല്ലാതാവുന്നതും അതുപോലെ അവരുടെ ആ ഒരു നാച്ചുറൽ ഹാബിറ്ററ്റൊക്കെ മാറുന്നതുമൊക്കെയാണ് ഈ ടൈഗേഴ്സൊക്കെ വെളിയിലോട്ട് ഇറങ്ങാനുള്ളൊക്കെ റീസൺ. ഓക്കെ, അതാണ് ഒരു സ്റ്റഡി പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കാട്ടിൽ ഈ ഗ്രാസും അതുപോലെ റീകൺസ്ട്രക്ഷൻ അഫോറസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അപ്പം ഈ മരങ്ങൾ വലുതായ കാരണം
താഴെ പോച്ചയ്ക്കൊന്നും വെയിൽ കിട്ടിയില്ല. അപ്പം പോച്ചയുണ്ടെങ്കിലല്ലേ ഡീറിനൊക്കെ വളരാൻ പറ്റൂ. അപ്പോൾ ആ ഡീറിന് അത് കഴിക്കാനില്ല. ഡീർ അങ്ങനെ കുറേയൊക്കെ ചത്തുപോയി. അപ്പം ഈ ടൈഗറിനൊന്നും കഴിക്കാൻ ഡീർ പോലും ഇല്ല. അങ്ങനെയാണ് ഈ ടൈഗറൊക്കെ നാട്ടിലോട്ട് ഇറങ്ങുന്നതെന്നൊക്കെയാണ് സ്റ്റഡി പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഏതെങ്കിലും ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ കംപ്ലീറ്റ്ലി റിമൂവ് ആയാൽ എൻവയോൺമെൻറ്റിനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. The best example is what happened in Kenya when the forests were replaced by commercial plantation. It destroyed local biodiversity and the capacity of forests to conserve water. People became incapable of sustaining their families. ഒരു കെനിയയിലെ എക്സാമ്പിളാണ് പറയുന്നത്. അതായത് ഫോറസ്റ്റിനെ റീപ്ലേസ് ചെയ്തു കൊമേഴ്ഷ്യൽ പ്ലാന്റേഷനായിട്ട്. അതായത് ഫോറസ്റ്റ് ഉണ്ട്, കാടൊക്കെയാണ്, പക്ഷേ നമ്മുടെ നാച്ചുറൽ ഫോറസ്റ്റ് അല്ല, കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ ചെയ്തു. അപ്പോൾ അതൊരു ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ഡെസ്ട്രോയ് ചെയ്തു. അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഒരു വാട്ടർ കൺസേർവിങ് എന്ന രീതി പോയി. പിന്നെ കുറേ ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ നീഡ്സ് ഫോർ പ്രസൻറ്റ് ഡേ വുമൺ ആൻഡ് കമ്പയർ ദം വിത്ത് ദോസ് ഓഫ് വുമൺ ഓഫ് കെനിയ അറ്റ് ദ ടൈം ഓഫ് വങ്കാരി മത്തായി. വങ്കാരി മത്തായിയുടെ ടൈമിൽ കെനിയയിലെ വുമണിൻ്റെ നീഡ്സ് എന്തായിരുന്നു? ദ പ്രസൻറ്റ് ഡേ വുമൺ ഹാവ് എ ലോട്ട്സ് ഓഫ് നീഡ് ഇൻ ദെയർ ലൈഫ്. They demand a safe and secure life. For that reason, they want to get higher education. They also need opportunity for working. They always like to be equal to men. They demand more freedom now. അപ്പോൾ ഈ ഇന്നത്തെ സമൂഹത്തിലെ വുമൺ ആവശ്യപ്പെടുന്ന എന്താണ്? അവരുടെ ആവശ്യങ്ങൾ എന്താണ്? അവർക്ക് സേഫ് ആൻഡ് സെക്യൂർ ലൈഫ് വേണം, അല്ലേ? ഹയർ എഡ്യൂക്കേഷൻ വേണം. അതുപോലെ വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് വേണം. മെന്നിനെ പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് വേണം. കൂടുതൽ ഫ്രീഡം അവർക്ക് വേണം എന്നതാണ് അവരുടെ ആവശ്യങ്ങൾ. എന്നാൽ വങ്കാരി മത്തായിയുടെ ടൈമിൽ വുമൺ ഓഫ് കെനിയയുടെ മെയിൻ നീഡ് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി കെയർ ടേക്കേഴ്സ് ആയിരുന്നു അവർ. സോ ഫാമിലിയിലെ ഒരു സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസിബിലിറ്റി അവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ ഓൺലി തോട്ട് അബൌട്ട് ദ ഏർണിങ്സ് ദാറ്റ് ദേ നീഡഡ് ടു പ്രൊട്ടക്ട് ദ ഫാമിലി. അപ്പോൾ ഈ ഒരു സ്റ്റോറി പറയുന്ന ഈ വുമൺസ് ആയിരുന്നു ഈ കാട്ടിൽ നിന്ന് ചുള്ളിയൊക്കെ ഓടിക്കാനും അതുപോലെ വീട്ടിലേക്ക് വേണ്ടിയുള്ള വെള്ളം ശേഖരിക്കാനും ഇതെല്ലാം വുമൺസ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് കുറേ ദൂരമൊക്കെ നടക്കേണ്ടി വന്നു, കാട്ടിൽ കുറേയൊക്കെ അലയേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അന്നത്തെ ആവശ്യങ്ങൾ. അപ്പോൾ സമയം മാറുന്നതനുസരിച്ച് പല പല ആവശ്യങ്ങൾ മാറി മാറി വരും. Women are often the first to become aware of environmental damage, says Wangari Maathai. What is your opinion? Wangari Maathai പറയാണ് വുമൺ ആണ് ആക്ച്വലി ഫസ്റ്റായിട്ട് വുമൺസിനാണ് മനസ്സിലാവുന്നത് എൻവയോൺമെൻറ്റൽ ഡാമേജിനെ കുറിച്ച്. കാരണം എന്താണ്? Women plays a major role as the primary caretakers. So when there is environmental damage, resources become scarce. When there is shortage of drinking water, balanced diet, it is women who became conscious about it first. കാരണം എന്താണ്? വുമൺ ആണ് ആക്ച്വലി ആ ഒരു ഫാമിലിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയ്യോ വെള്ളമില്ല, ഇപ്പം കുട്ടികൾക്ക് എന്ത് കൊടുക്കും, അയ്യോ ഇപ്പം ഹസ്ബൻഡ് വരും, ഹസ്ബൻഡിന് എന്ത് കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് പ്രോസസ്സ് വരും. അന്നത്തെ ടൈമിൽ വുമൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്നും ഒക്കെ അങ്ങനെയൊക്കെയാണ്. അതെ, നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ. സോ ഫോർ എക്സാമ്പിൾ ദ ആഫ്രിക്കൻ വുമൺ വിത്ത് ഹൂം വങ്കാരി മത്തായി വർക്ക്ഡ് വെയർ ദ ഫസ്റ്റ് വൺ ടു റിയലൈസ് ദ കോൺസിക്വൻസസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡാമേജ് കോസ്ഡ് ബൈ ദ ഫെല്ലിംഗ് ഓഫ് ട്രീസ്. അപ്പോൾ എക്സാമ്പിളാണ് പറയുന്നത് ഒരു ട്രീസ് കട്ട് ചെയ്തത് കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ട്രീസ് കട്ട് ഡൗൺ ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ ക്രോപ്സ് പകരം പ്ലാന്റ് ചെയ്തപ്പോൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ എൻവയോൺമെൻറ്റൽ ഡാമേജ് ആദ്യം റിയലൈസ് ചെയ്തത് വങ്കാരി മത്തായിയുടെ കൂടെ വർക്ക് ചെയ്ത വുമൺസ് ആണ്, ആഫ്രിക്കൻ വുമൺസ് ആണ് ആദ്യം അത് റിയലൈസ് ചെയ്തത്. ആൻഡ് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഓൺ ദ റൂറൽ കമ്മ്യൂണിറ്റി? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു മെയിൻ ഒരു രീതി എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ, നേച്ചർ, അതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും നമ്മുടെ ചെമ്മനം ചാക്കോയുടെ റൈസ് എന്ന ചാപ്റ്ററിലും ഇതൊരു മെയിനായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് അതിലും പറയുന്നത് എന്താണ്, ആളുടെ ചെമ്മനം ചാക്കോൻ്റെ അതായത് നമ്മുടെ ആ ഒരു പോയത്തിലെ മെയിൻ ആളുടെ നാട്ടിലോട്ട് വരുവാണ്. പണ്ട് പാഡി ഫീൽഡായിരുന്നു, നെല്ല് കതിരിൻ്റെയൊക്കെ കൃഷി നടന്നിരുന്ന സ്ഥലത്ത് ഇപ്പം റബ്ബറാക്കി മാറ്റി അല്ലേ. എന്നിട്ട് അനിയൻ വീറ്റ് റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് നടന്നു വരുന്ന വഴി അതും പോയി. അങ്ങനെയൊക്കെയല്ലേ കഥ വരുന്നത്. അപ്പം അവിടെയും പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള പലതും മാറ്റി കൊമേഴ്ഷ്യലൈസ് ചെയ്തു ഫാമിങ്. ഇവിടെയും അത് തന്നെയാണ് കൊമേഴ്ഷ്യൽ ഫാമിങ്. അപ്പോൾ ഈ ഒരു സിമിലാരിറ്റി കമ്പാരിസൺ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനും റെഡി ആയിരുന്നോ? ദെൻ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്,
ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ട്രിഗർ ഓഫ് പോവർട്ടി ആൻഡ് കോൺഫ്ലിക്റ്റ്, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്? സുസ്ഥിര വികസനം, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ നേച്ചറിൽ നിന്നും എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും മറ്റ് ജീവികൾക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ഒരിക്കലും ഒരു കേടുപാടുണ്ടാകാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ജനറേഷനിലെ ആളുകൾ മൊത്തം പെട്രോളിയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ വരുമ്പോൾ അവിടെ ഷോർട്ടേജ് വരും. സോ അങ്ങനെ പാടില്ല. വി ഹാവ് ടു കീപ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ ഓൾസോ. ഓക്കെ, അതായത് നമ്മളെന്തായാലും ഒരു കൂടിപ്പോയ ഒരു 70-100 വർഷം കാണുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയും നമ്മൾ കരുതണം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ രീതിയാണ് ഫോർമൽ സ്പീച്ച് എഴുതുക. ഓക്കെ, അതുകൊണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഇപ്പോൾ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെ കുറിച്ച് ചോദിക്കാം, അപ്പോൾ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് അതിനെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ ഇത് എന്തിനെങ്കിലും കുറിച്ചൊരു സ്പീച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. 8 മാർക്ക് കൂട്ടിക്കോ. ഓക്കെ, സോ അതിനു വേണ്ടി പ്രിപ്പയർ ആയിരുന്നോണം. അപ്പം ഇവിടെ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. സ്പീച്ചിന് മെയിനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അതായത് ഹോണറബിൾ ഗവർണർ, റെസ്പെക്റ്റഡ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ഓൾ ദ റെപ്യൂട്ടഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദ ഡയസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, today is the happiest day in my life because I am privileged to stand in front of you to receive this prestigious award. Okay, the National Green Corps Award on behalf of the School Eco Club. ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ സ്കൂൾ എക്കോ ക്ലബിൻ്റെ ലീഡറാണ്, അപ്പം നിങ്ങൾക്ക് നാഷണൽ ഗ്രീൻ കോർപ്സിൻ്റെ അവാർഡ് കിട്ടുകയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇപ്പോൾ NSSൻ്റെ ലീഡറാണെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലീഡറായിരിക്കുമല്ലോ മെയിനായിട്ട് ആ ഒരു എല്ലാവർക്കും വേണ്ടി അവാർഡ് ഏറ്റുവാങ്ങുന്നത്. എന്നിട്ട് നിങ്ങളുടെ അടുത്തൊരു സ്പീച്ച് ഡെലിവറി ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇന്ന് എൻ്റെ മൊത്തം NSS ഞങ്ങളുടെ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയില്ലേ. അത് തന്നെ കൂടെ ഇംഗ്ലീഷ് ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ടുഡേ ഈസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. കാരണം എന്താണ്? ബിക്കോസ് ഐ എം പ്രിവിലേജ്ഡ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു റിസീവ് ദിസ് പ്രസ്റ്റീജിയസ് അവാർഡ്. ഓക്കെ, then I know how valuable it is. I convey my sincere gratitude to all. അപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ എൻ്റെ വളരെ ഒരു വ്യക്തിപരമായ എല്ലാവരോടും നന്ദി പറയുന്നു, നിങ്ങളില്ലെങ്കിൽ ഇതിൽ ഒന്നും സാധിക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തരോടും നന്ദി പറയില്ലേ, അതുപോലെ ആ ഒരു സെൻസ് നമ്മൾ പറഞ്ഞാൽ മതി. ഐ കൺവേ മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ് ഫോർ ദ അൺകണ്ടീഷണൽ സപ്പോർട്ട്. ദെൻ നിങ്ങൾ ആക്ച്വലി ആ ഒരു എക്കോ ക്ലബിൻ്റെ എന്താണ്, അതായത് ഐ ആം ദ ലീഡർ ഓഫ് ദ ക്ലബ്, സോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുക. ദെൻ പിന്നെ പറയുകയാണ്, ഇറ്റ് വാസ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ ഓഫ് മൈ കമ്പാനിയൻസ് ദാറ്റ് ഐ കുഡ് ഡു സോ മെനി തിങ്സ് ഫോർ അവർ സൊസൈറ്റി. അതായത് നിങ്ങളില്ലെങ്കിൽ എനിക്കിതൊരിക്കലും ചെയ്തു തീർക്കാൻ കഴിയില്ലായിരുന്നു എന്ന് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ കമ്പാനിയൻസിൻ്റെ ആ ഒരു സപ്പോർട്ടാണ് ആക്ച്വലി ഇതിന് മുൻതൂക്കം വഹിച്ചത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആക്ച്വലി എന്താണ് ചെയ്തത് എന്ന കാര്യങ്ങൾ, അതായത് 500 ട്രീസ് പ്ലാൻ ചെയ്തു, അതൊരു ഗ്രേറ്റ് സക്സസ് ആയി മാറി. അതുപോലെ പാഡി ഫീൽഡിൽ റൈസ് കൾട്ടിവേറ്റ് ചെയ്തു, അവിടെ നിന്ന് നിങ്ങൾക്ക് 5,000 റുപ്പീസ്, ഇവിടുത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇതിനകത്ത്, 5,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. ആ ഒരു മണി സ്കൂളിലെ അർഹതപ്പെട്ട കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്തു, അവരെ എഡ്യൂക്കേഷണൽ ഫണ്ടിങ് ചെയ്തു. അപ്പം നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. അപ്പോൾ അവർ നെക്സ്റ്റ് പ്ലാൻ വാസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഫോർ ദാറ്റ് വി ഡക്ക് 3 പിറ്റ്സ് ഇൻ ദ സ്കൂൾ പ്രിമൈസസ്. സ്കൂൾ പ്രിമൈസസിൽ തന്നെ 3 കുഴികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയണം. Now we don't suffer from water scarcity. I could complete all these plans only with the help and guidance of my friends and teachers. I know my responsibility has increased now. I want to do several things for our school, society, and for the nature. This award motivates me to work harder. I always expect your support and cooperation. Let us all do our best to protect nature. We must always think about our future generation. If we plant a tree, we may not be able to gather the benefit of that. ഇപ്പം നമ്മളൊരു മരം നട്ടാൽ ആ മരത്തിൽ നിന്നും നമുക്ക് മാങ്ങയോ അല്ലെങ്കിൽ ചക്കയോ ഒക്കെ കിട്ടാൻ സാധ്യതയില്ല. നമ്മുടെ അപ്പൂമാർ നട്ടതാണ് ആക്ച്വലി നമ്മളിപ്പം എൻജോയ് ചെയ്യുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളും അല്ലേ. എന്നും പറഞ്ഞു ഞാൻ നട്ടിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും കിട്ടത്തില്ല, ഞാൻ പിന്നെ നടുന്നേ എന്ന് വിചാരിക്കില്ല. ബട്ട് അവർ ഫ്യൂച്ചർ ജനറേഷൻ ക്യാൻ ടേക്ക് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. So do something for others. Love for nature is love for humanity. Once again, thank you all for honoring me. അപ്പോൾ ഇത്രയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ, സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ.
ഒരു കോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് പവർ ആക്കിക്കൊണ്ട് കൺക്ലൂഡ് ചെയ്യുക. അടുത്തത് ക്വസ്റ്റ്യനാണ്, പിന്നെയും ക്വസ്റ്റ്യൻ വരികയാണ്. അതുപോലെ നമ്മുടെ ഒരു എൻക്വയറി ലെറ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ലെറ്ററിൽ എൻക്വയറി ലെറ്റർ, അതുപോലെ ലെറ്റർ ഫോർ ഓർഡർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻക്വയറി ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്നൊരു വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് ചേരാൻ താല്പര്യമുണ്ട്. ലെറ്റർ ഫോർ ഓർഡർ അല്ല, ആക്ച്വലി എൻക്വയറി ലെറ്റർ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പോയറ്റിക് ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ തന്നെ ചാപ്റ്ററിൻ്റെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, ഹൂ ഈസ് എ സ്പീക്കർ? Wangari Maathai. Who are the primary caretakers of Africa according to the passage? Women. Why did African women fail to meet their basic need? എന്തുകൊണ്ടാണ് ഫെയിൽ ടു മീറ്റ് ആയത്? ആ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഫാമിംഗ് അല്ലേ? അതുപോലെ വിച്ച് വേർഡ് ഇൻ ദ പാസേജ് ഇൻഡിക്കേറ്റ്സ് എ മീനിങ് ടു ഡിസ്ക്രൈബ് ഹൗ സംതിങ് ഹാപ്പൻഡ്? എങ്ങനെയാണ് ഒരു കാര്യം സംഭവിച്ചത് എന്നതിനെ മീനിങ് ആക്കുന്ന ഏത് വേർഡാണ് ഈ ഒരു പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക? ഏതാണ്? റീകൗണ്ട് എന്ന മീനിങ് വേർഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മീനിങ് സിനോണിം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ദെൻ ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ് അത് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വങ്കാരി മത്തായി മൊബിലൈസ് സിറ്റിസൺസ് ടു ചാലഞ്ച് വൈഡ് സ്പ്രെഡ് അബ്യൂസ് ഓഫ് പവർ. ദ സിറ്റിസൺസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ദ സിറ്റിസൺസ് വെയർ മൊബിലൈസ്ഡ് ബൈ വങ്കാരി മത്തായി ടു ചാലഞ്ച് വൈഡ് സ്പ്രെഡ് അബ്യൂസ് ഓഫ് പവർ. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പറയില്ലേ, എന്താണ്, പൂച്ച എലിനെ ഓടിച്ചു, എലി പൂച്ചയാൽ ഓടിക്കപ്പെട്ടു. ആ സെയിം സംഭവമാണ് ഈ ആക്റ്റീവും പാസീവ് വോയിസും. ഓക്കെ, അടുത്തത് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ മോർ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക് ഗ്രോത്തിനേക്കാൾ. നിങ്ങളുടെ ഒരു 2 ആർഗ്യുമെൻറ്റ് ഇൻ ഫേവർ ഓഫ് ദ ടോപ്പിക് എഴുതണം. അതുപോലെ തന്നെ ഇതിന് പിന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതാനില്ല, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇൻ ഫേവറും എഴുതുക, അതുപോലെ എഗെയിൻസ്റ്റ് ആയിട്ടും എഴുതുക. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇൻ ഫേവർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, ഐ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ദ കൺസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ജനറേറ്റ് ഫിനാൻഷ്യൽ റിട്ടേൺ. എൻവയോൺമെൻറ്റ് കൺസേർവ് ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡെവലപ്മെൻറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് വിത്തൗട്ട് എ പ്രോപ്പർ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. പ്രോപ്പറായിട്ടുള്ള എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ഇല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും. എത്ര ഡെവലപ്പിലെത്തിയാലും സ്റ്റിൽ ഓക്സിജൻ തന്നെ വേണ്ടേ അല്ലേ? അതുപോലെയാണ്. പിന്നെ ഇവിടെ വേറെ ക്വസ്റ്റ്യൻ വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ വി സ്റ്റാർട്ടഡ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇൻ 1977. റീറൈറ്റ് ചെയ്യുക. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1977 ബൈ അസ്. 2 major incidents of forest fire were reported by the firemen. The firemen reported 2 major incidents of forest fire. കണ്ട, റിപ്പോർട്ടഡ് സ്പീച്ച് വരാൻ സാധ്യതയുണ്ട്. സാധ്യതയില്ല, അതുണ്ട്, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതുപോലെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. വങ്കാരി മത്തായി സീസ് വുമൺ ആർ ഓഫൻ ദ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് എൻവയോൺമെൻറ്റൽ ഡാമേജ്. ഡു യു എഗ്രി വിത്ത് ഹർ ഒപ്പീനിയൻ? നേരത്തെ ഡിസ്കസ് ചെയ്ത ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം വുമൺ എങ്ങനെയാണ് എൻവയോൺമെൻറ്റലുമായിട്ട് ക്ലോസ് ആയി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് വുമൺ ആക്ച്വലി ആദ്യമേ അത് ഫീൽ ചെയ്യുന്നത്, ആ ഒരു എൻവയോൺമെൻറ്റൽ ഡാമേജ്? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുക. അടുത്തത് പിന്നെ നമുക്ക് എന്താണ്, പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് വെൽക്കമിങ് പാനലിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ ഓഡിയൻസ്. അതായത് നമ്മൾ പ്രോഗ്രാംസിനൊക്കെ വെൽക്കം സ്പീച്ച് കാണില്ലേ, അതുപോലെ ഒരു വെൽക്കം സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. After reading the chapter, when a sapling is planted, your school decides to conduct a panel discussion on the topic, the role of women in environmental conservation. 3 eminent personalities come to your school as panelists. You are to introduce the panelist. Prepare the script of speech welcoming the panelist and introducing them to the audience. അപ്പം ഓഡിയൻസിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മളിവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തി ഇന്ന ആളാണ്, ആ ആൾ ഈ കലകളിലും ഈ ഫീൽഡിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്, അങ്ങനെ പറയില്ലേ. അപ്പം അതുപോലൊരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നതാണ്. ഒരു പാനൽ ഡിസ്കഷൻ, ഡിബേറ്റോ അങ്ങനെ ഒരു ഇതിലേക്ക് വന്ന വ്യക്തികളാണ്. സോ നമ്മൾ നോർമലി സ്കൂളിലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പം റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന പോലെ തുടങ്ങുക. അത് കഴിഞ്ഞ് എഴുതാം. നോക്കിക്കോ, ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. Respected teachers, honorable panelists, my dear schoolmates, as we all gathered here to discuss on the role of
we, the women folk, towards conservation of our environment, I stand here to welcome our beloved speakers. Ms. Sadi Devi, a member of Kerala Women's Association, then Ms. Anandavalli, the local MLA from our constituency, and our respectful headmistress, Mrs. Pushpagala, Honorable Sadi Devi ma'am. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒറ്റ വാക്കി പെട്ടെന്ന് എല്ലാവരുടെയും പേര് പറഞ്ഞു. ഇനി ഓരോരുത്തരെയും കുറിച്ച് പറയാണ്. ഓക്കെ, ഹോണറബിൾ സതി ദേവി മാം, ഐ നോ ഹൗ ബിസി ആൻഡ് ടൈറ്റ് ഷെഡ്യൂൾഡ് യു ആർ. നമ്മൾ പറയില്ലേ, തിരക്കേറിയ പരിപാടികൾ ജീവിതത്തിനിടയിൽ ഒരു ഇച്ചിരി സമയം മാറ്റിവെച്ച് നമ്മുടെ കൂടെ ഇന്ന് ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുകയാണ്, ഒരുപാട് നന്ദിയുണ്ട്, അങ്ങനെയൊക്കെ പറയില്ലേ. അതേ സെയിം സെൻറ്റൻസ് നമ്മൾ പറയാണ്. ഐ നോ ഹൗ ബിസി ആൻഡ് ടൈറ്റ് ഷെഡ്യൂൾഡ് യു ആർ ബീങ് എ മെമ്പർ ഓഫ് KWA, Kerala Women Association. Okay, we are all waiting with a bated breath to listen to your great words in this regard. Now I would like to welcome our most honored MLA from our constituency, Mrs. Anandavalli. She is an amazing speaker, motivator and much more. As she possesses an agricultural degree, I am pretty sure that she will be able to enrich us to a great extent with her rich knowledge and close familiarity with the topic. Although our beloved headmistress needs no introduction, നമ്മൾ പറയില്ലേ, പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഇൻട്രൊഡക്ഷനും വേണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങില്ലേ പലരെയും വെൽക്കം ചെയ്യുമ്പോൾ. ഇദ്ദേഹത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇദ്ദേഹം നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് എന്ന് പറയില്ലേ. അതുപോലെ തന്നെ although our beloved headmistress needs no introduction, still I consider it my duty to mention a word of thanks and welcome for her too. It is all because of her keen interest in nature that our school environment has now got the look of a park or a garden. Madam, just as Mahatma Ji said, my life is my message. It is your commitment to the nature that is the best message to all of us. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നല്ല വൃത്തിയായിട്ട് പുകഴ്ത്തുകയാണ്. ഓക്കെ, അങ്ങനെ പറയാണ്. ഓക്കെ, it is from your actions that we learn on the need on planting trees and turning our homes into a garden. And finally, may I welcome all my beloved friends and classmates. Let us all have a wonderful time with this powerful workshop. Jai Hind എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വെൽക്കം ചെയ്യാൻ പറഞ്ഞാൽ വെൽക്കം ചെയ്താൽ മതി. അപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത് 6 മാർക്കാണ്, അതുകൊണ്ട് ഇത്ര എഴുതിയിരിക്കുന്നത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടോ, ഇത്രയാണ് വരുന്നത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ അൺപ്രസിഡൻറ്റഡ് ഫ്ലഡ് ഇൻ 2018 and the unexpected landslides in 2019 point towards a need for taking immediate steps to prevent all sorts of exploitation of nature. Prepare an article on the importance of preserving nature and natural resources to be published in a school magazine. ഇതും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. വയനാട് ലാൻഡ്സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വി ക്യാൻ എക്സ്പെക്റ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് റിഗാർഡിങ് നേച്ചറിൻ്റെ സേവിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇവിടെ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി, സ്കൂൾ മാഗസിനിലേക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു ആർട്ടിക്കിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹിൻസ് നമുക്ക് തരും, അതായത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ, മാൻ്റെ സെൽഫിഷ് മോട്ടീവ്സ്, ക്വിക്ക് ക്യാഷിന് വേണ്ടിയുള്ള ഏണിങ്, അല്ലെ ആ ഒരു തിങ്കിങ്, നമ്മുടെ റിപ്പീറ്റഡ് ട്രാജഡീസ് നടക്കുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ സമയമായി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് ആ ഒരു സെൻറ്റൻസ് നോക്കാം. യു നോ ദർ ആർ സോ മെനി റിസോഴ്സസ് ഇൻ അവർ നേച്ചർ, പ്ലാന്റ്സ്, ട്രീസ്, റിവേഴ്സ്. അപ്പോൾ ഈ ഒരു മാഗസിൻ നമ്മൾക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു മാഗസിന് വേണ്ടി ആർട്ടിക്കിൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും റെസ്പെക്റ്റഡ് ടീച്ചർ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങല്ലേ. ഓക്കെ, അതൊരു സ്പീച്ച് അല്ല. അപ്പോൾ ആ ഓരോന്നിനും അതിൻ്റെതായ രീതിയുണ്ട്, ഫോമാറ്റ് ഉണ്ട്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. It is very important to preserve them because our lives depend on such resources. Nowadays, we have to face so many problems. Scarcity of water, increasing heat, some natural calamity, etc. are some of them. All these happen because of the exploitation of nature. We human beings exploit the nature cruelly to earn quick cash. അല്ലേ, നമുക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഒരു എന്താണ് മഹാഗണിയൊക്കെ വെട്ടി വിറ്റാന്നുള്ള ക്യാഷ് അല്ലേ, അതുകൊണ്ട് അതിന് വേണ്ടി ഫോറസ്റ്റൊക്കെ അങ്ങ് വെട്ടി വിറ്റ് അങ്ങനെ ഇരിക്കും. പക്ഷേ ആ ഒരു ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ കൊലക്കി കൊടുക്കുക എന്ന രീതിയാണ്. വി ഓൾവേസ് തിങ്ക് അബൌട്ട് അവർ ഓൺ നീഡ്സ്. വി നെവർ കൺസിഡർ ദ കണ്ടീഷൻ ഓഫ് മദർ എർത്ത്. So we always cut trees, and as a result of this, tragedies like flood, forest fire, drought, deforestation, etc. occur.
Deforestation is a major problem of decrease in rainfall. It leads to scarcity of water. അതായത് മരത്തിനെ വെട്ടി നശിപ്പിക്കുന്നത് അത് എന്താണ്, മരം പോകുന്നു, ഓക്സിജൻ കുറയുന്നു, അല്ലെ പൊല്യൂഷൻ കൂടുന്നു. അത് മാത്രമല്ല, എല്ലാം പ്രശ്നത്തിലാവുന്നു. റെയിൻഫോൾ കുറയുന്നു, അല്ലേ? Preservation of nature and natural resources is the only solution for escaping from all these problems. Nature is not for us only, but for the next generation also. We have to give importance to sustainable development. Sustainable development means preserving resources for the future generation also. We have to stop cutting trees. Instead of it, we have to promote planting trees. For each tree cut, we need to plant at least 10 sapling. അപ്പോൾ ഇത്രയുമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, കുറേ കാര്യങ്ങളൊക്കെ പറയാം. ഹരിത കേരളം, ഇറ്റ് ഈസ് അവർ മദർ എർത്ത്, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു സേവ് അവർ മദർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഒരു 5 ഡയലോഗൊക്കെ ലാസ്റ്റ് എഴുതിയാൽ തന്നെ ടീച്ചറിന് ഇംപ്രഷൻ വരും. അതായത് നോക്കിയേ, ഇറ്റ് ഈസ് അവർ മദർ എർത്ത്, ഇറ്റ് ഈസ് അവർ മദർ എർത്ത്, സോ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു സേവ് അവർ മദർ എന്നൊക്കെ എഴുതി അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്താൽ നിങ്ങൾ ഇത്രയും സെൻറ്റൻസൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പ്. ഞാൻ ഗ്യാരണ്ടി പറയാം. പക്ഷേ എഴുതാതെ കിട്ടില്ല കേട്ടോ. ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ ഹിയർ വി ഗോ വിത്ത് റൈസ്. ചെമ്മനം ചാക്കോള റൈസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു സാറ്ററിക്കൽ പോയമാണ്. The poet pokes fun at the avarice of the modern agriculturists who have given up cultivating food crops and turned to the profit-making cash crop. അതായത് പണ്ട് നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന പല വ്യക്തികളും ഇന്ന് അതൊക്കെ നിർത്തി കൊമേഴ്ഷ്യൽ ഫാമിങ്ങിലേക്ക് മാറി. കാരണം എന്താണ്, നെൽകൃഷിയൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? അങ്ങനെയാണോ? അല്ല, നെൽകൃഷിയിലൊന്നും വലുതായിട്ട് കിട്ടാനില്ല. അതുകൊണ്ട് കാശൊക്കെ കിട്ടുന്ന ഒരു പരിപാടിയായിട്ടുള്ള അങ്ങനെയുള്ള ക്രോപ്സ് നടാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനെ ഒരു ഫൺ രീതിയിലാണ് ഈ പോയിറ്റ് കളിയാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ്, ചീഫ് മിനിസ്റ്റർ സെൻട്രലിലേക്ക് പോവുകയാണ് എയറോപ്ലെയിനിൽ ഈ എന്താണ് വീറ്റ് ചോദിക്കാൻ വേണ്ടി എന്നും പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു സിനേറിയോ പറഞ്ഞിട്ട്, അപ്പോൾ ഈ പോയിറ്റ് പറയാണ്, അപ്പം അങ്ങനെയെങ്കിൽ എനിക്ക് കുറച്ച് വീറ്റിൻ്റെ ആ ഒരു പുറത്തുള്ള തോട് അതും കൂടെ എനിക്ക് കൊണ്ടുവരുമോ, ഹസ്ക്. കാരണം എന്താണ്, ഈ പോയിറ്റ് ആക്ച്വലി ചെയ്യുന്നത് ഈ ഹസ്ക് വെച്ച് ടോയ്സ് ഉണ്ടാക്കുന്ന രീതിയായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് അതും കൂടെ കൊണ്ടുവരുമോ, കാരണം അതുപോലും ഇവിടെ എടുക്കാനില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, വീറ്റ് പോയിട്ട് വീറ്റിൻ്റെ തോട് പോലും കിട്ടുന്നില്ല എന്ന രീതിയിൽ കളിയാക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊരു സാറ്ററിക്കൽ പോയം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇത് നോക്കിക്കോണം. റബ്ബർ പ്ലാന്റ്സ് ഹാവ് ടേക്കൺ ദ പ്ലേസ് ഓഫ് പാഡി. Consumerism and profit mindedness crept into the attitude of farmers. The farmer gains nothing from rice cultivation. The government gives rice to those who don't have paddy field. Paddy field ഇല്ലാത്ത വ്യക്തികൾക്ക് ഗവൺമെൻറ് ആയിട്ട് അരി കൊടുക്കുന്നുണ്ട്. So all the people have started planting rubber trees. എന്തായാലും ഗവൺമെൻറ് ഇന്ന് റൈസ് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ വെറുതെ റൈസ് നട്ട് ഇല്ലാത്ത പ്രോഫിറ്റ് എന്തായാലും ഇല്ല, നഷ്ടമാണ് ഫുള്ള്. അതുകൊണ്ട് പിന്നെ അതെന്തിനാ നടന്നത് എന്ന രീതിയിൽ ആൾക്കാർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. വൈ ഡസ് ദ ഫാദർ സേ സോ? എന്തുകൊണ്ടാണ് ഈ പോയിറ്റിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ വിഡ്ഢികൾ മാത്രമാണ് റൈസ് ഫാമിങ്ങിലേക്ക് പോകുന്നത്. ഇപ്പോൾ എല്ലാവരും റബ്ബറാണ്. കാരണം എന്താണ്, പ്രോഫിറ്റ് ഇപ്പോൾ റബ്ബറിന് മാത്രമേ ഉള്ളൂ, മറ്റേതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമില്ല, അതൊക്കെ പാഴ്വേലയാണ്. The narrator's father shares the popular notion that the cultivation of rice is quite inconvenient. അതായത് ഒരു പച്ചയായ സത്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം റൈസിൽ നിന്നും ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് അതൊരു പോപ്പുലർ നോഷനാണ് അങ്ങനെ പറയുന്ന രീതി. അതായത് റൈസ് കൾട്ടിവേഷൻ ഇൻകൺവീനിയൻ്റ് ആണ്. ഫാമർ കാൺ ഗെയിൻ എനി പ്രോഫിറ്റ് ഫ്രം ദ പാഡി ഫീൽഡ്. ഇൻസ്റ്റെഡ് ഓഫ് റൈസ് റബ്ബർ ഈസ് ബെറ്റർ. റബ്ബർ ബെറ്റർ ആണ്. ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ പ്രോഫിറ്റ്. ദിസ് ഇസ് ഹിസ് ഒപ്പീനിയൻ അബൌട്ട് റൈസ് കൾട്ടിവേഷൻ. ഓക്കെ, ദെൻ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് പറയുന്ന ആ ഒരു ചീഫ് മിനിസ്റ്റർ പോകുന്ന എയറോപ്ലെയിനെയാണ് കേട്ടോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ഓർ ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്? ബ്രിങ് ഔട്ട് ദ സാറ്റർ ഇൻ ദീസ് ലൈൻസ്. അപ്പം ആസ് എ ചീഫ് മിനിസ്റ്റർ റഷസ് ടു ദ സെൻട്രൽ ടു ഗെറ്റ് മോർ ഗ്രെയിൻസ്, ദ പോയിറ്റ് കമൻസ് സർക്കാസ്റ്റിക്കലി, if some husk could also be brought from the center to make toys with. He had earned his doctoral degree for his work on making toys with husk. He hints that substitution is not always easy. അപ്പോൾ ഒരു കോമഡി ആയിട്ട് പറയാണ്, ഒരു വിരോധാഭാസം എന്ന രീതിയിൽ
കളിയാക്കാണ്, സർക്കാസ്റ്റിക് രീതിയിൽ കളിയാക്കാണ്. അത് എന്താണ്, വീറ്റ് പോയിട്ട് വീട്ടിൻ്റെ തോട് പോലും കിട്ടാനില്ല എന്ന രീതിയിൽ കളിയാക്കുകയാണ്. Read the following lines from the poem and note how does the poet has satirized a shift from paddy cultivation to rubber planting. അപ്പോൾ നമ്മുടെ ഈ ഒരു എൻ്റെ പോയം തന്നെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ്, എന്ത് സർക്കാസ്റ്റിക് രീതിയിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അടുത്തൊരു പോയത്തിലെ ക്വസ്റ്റ്യൻ എന്താ, ദ പോയം ഈസ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റി, പ്രിപ്പയർ എ റൈറ്റ് അപ്പ് സബ്സ്റ്റാൻഷിയേറ്റിംഗ് ദസ്. അതായത് എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും ഉള്ളൊരു കോൺട്രാസ്റ്റാണ് ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്, പോയറ്റ് ഈ നാട്ടിലേക്ക് വരാൻ കൊതിച്ചിരിക്കുകയാണ്, ആ പാടവരമ്പത്തിലൂടെ ഓടിക്കളിക്കാൻ, മനോഹരമായ കാറ്റ്, അതെല്ലാം എന്താ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അരിയുടെ ചോറ് കഴിക്കണം, അത്തിക്കര അല്ലേ, അതെ, അത്തിക്കര റൈസിൻ്റെ ആ ഒരു ചോറ് കഴിക്കണം, അതൊക്കെ. കാരണം പോയറ്റ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അവിടെ കൂടുതലും വീറ്റാണ്. അപ്പോൾ അത് കഴിച്ച് അദ്ദേഹം മടുത്തിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്ന് ചോറ് കഴിക്കണം എന്നിതിൽ വരുമ്പോഴാണ് റിയാലിറ്റിയിൽ ഇതാ കിടക്കുന്നത്. പാഡി ഫീൽഡും പോയി, എല്ലാം പോയി. അവസാനം റേഷൻ കടയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന വീറ്റാണ് മേടിക്കുന്നത്. അപ്പോൾ ഇതാ വരുന്നത്, ആ വീറ്റും കൂടെ അനിയും മറിഞ്ഞു വീണ് തറയിൽ പോകുന്നു. അപ്പോൾ ഒന്നും കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ് അവിടെ വലുതായിട്ട് വരികയാണ്. നോക്കിക്കോണം, the poem is a contrast between expectations and reality. In the first part, we can see the expectations of the poet. He expects that when he reaches home, he would be able to see the paddy field. അല്ലേ, നാട്ടിലെത്തുമ്പം മനോഹരമായ പാടം കാണാം, കൾട്ടിവേഷൻ ഓഫ് റൈസ് കാണാം. കാരണം പണ്ട് ഇവിടുന്ന് പോകുമ്പോൾ അതൊക്കെ ആയിരുന്നല്ലോ കണ്ടത്. അപ്പം ഹാൻഡ്ലൂം ധോത്തിയൊക്കെ കൊടുത്ത് ഫുൾ ചെളി പറ്റി, കാരണം പാടത്തേക്കാണ് അച്ഛൻ്റെ ദേഹത്ത് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഫുള്ളെത്തും മഡ്. അപ്പം ആ ഒരു എന്താണ്, കിളയുടെയും ഉഴുതും മറിക്കുന്ന ആ ഒരു സൗണ്ടും കാളയും ഒക്കെ ആ ഒരു സൗണ്ടൊക്കെ പ്രതീക്ഷിച്ചാണ് വരുന്നത് അല്ലേ. ഹി തിങ്സ് അബൌട്ട് ഹിസ് ലിറ്റിൽ ബ്രദർ ക്യാരിയിങ് ദ ടെൻഡർ സാപ്ലിംഗ് ടു ബി പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ എന്തൊക്കെയാണ് ലിറ്റിൽ ബ്രദറിൻ്റെ കയ്യിൽ ആ ഒരു കുഞ്ഞ് ചെറിയ വിത്തോ അല്ലെങ്കിൽ ആ ഒരു കതിരിൻ്റെ ആ ഒരു ചെറുതൊക്കെ ആയിട്ട് നടാൻ പോകുന്നതൊക്കെയാണ് പ്രതീക്ഷിച്ച് വന്നത്. എന്നിട്ട് എന്താണ് ബ്രദറിൻ്റെ കയ്യിൽ, അവിടെ നിന്ന് അരിയും ഗോതമ്പ് മേടിച്ച് വന്നിട്ട് ബ്രദർ മറിഞ്ഞു വീഴുന്നു, ഗോതമ്പ് പോകുന്നു, എല്ലാം മാറി അല്ലേ. എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന രീതിയിൽ തന്നെയാണ് അല്ലേ. ദ പോയിറ്റ് വോണ്ട്സ് ടു റീച്ച് ഹോം ക്വിക്ക്ലി ടു ഈറ്റ് ഹിസ് ഫേവറേറ്റ് അത്തിക്കര റൈസ് കുക്ക്ഡ് ബൈ ഹിസ് മദർ. ഹിസ് മൈൻഡ് ഇസ് ഫിൽഡ് വിത്ത് ദ ബ്യൂട്ടി ഓഫ് ഹിസ് വില്ലേജ് ആൻഡ് നേച്ചർ. അത്തിക്കര റൈസ് ആണ് കേട്ടോ, അത്തിക്കര, ATHIKIRA. മദർ കുക്ക് ചെയ്യുന്ന ആ ഒരു റൈസൊക്കെ, ചൂട് ചോറൊക്കെ കഴിക്കണം എന്ന രീതിയിലൊക്കെ വന്നപ്പം എല്ലാം പോയി അല്ലേ. മൈൻഡിൽ ആ ഒരു വില്ലേജ് ബ്യൂട്ടി, കാരണം ഈ സിറ്റിയിൽ കഴിയുന്ന എല്ലാവർക്കും വില്ലേജ് സൈഡ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ഫേവറേറ്റ് ആണല്ലേ. അവരെപ്പോഴും വെക്കേഷൻ പ്രിഫർ ചെയ്യുന്ന ആ വില്ലേജ് പീസ്ഫുൾ ലൈഫ് അങ്ങനെ ഒരു ഇതാണ്. കാരണം മറ്റേതെന്ന് പറയുമ്പോൾ ഭയങ്കര റഷാണ്. എന്നാൽ റിയാലിറ്റിയിലേക്ക് വന്നപ്പം എല്ലാം മാറി entirely. But the reality is entirely different from his imagination. Instead of paddy field, he could see rubber plants and arecanut palms. Now his father has decided to stop paddy cultivation and fixes up some machines for making rubber sheet. ആ മറ്റേ പ്ലഫിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ എന്തോ മെഷീൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. Now he thinks that rice farming is quite inconvenient. Rubber planting is better for making more profit. Instead of Attikara rice, the poet sees wheat bought from the ration shop in the hands of his little brother. Now, no one promotes the farming of rice. So, the poem is a contrast between expectations and reality. The expectations of the poet and the reality are entirely different. Okay, അടുത്തതാണ് കമൻറ്റ് ഓൺ ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഓഫ് ദ പോയം. അത് ആ ഒരു പോയം എഴുതിയിരിക്കുന്ന രീതിയെ കുറിച്ച് പറയുക. The poem Rise by Cheman and Chacko ഒരു എക്സലൻറ്റ് പോയമാണ്. ഇറ്റ് പ്രസൻറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പോയറ്റ് എക്സ്പെക്റ്റേഷൻ അബൌട്ട് ഹിസ് വില്ലേജ് ആൻഡ് ദ റിയാലിറ്റി ദാറ്റ് ഹി ഫേസസ്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുള്ള എക്സ്പെക്റ്റേഷനും റിയൽ ലൈഫിൽ കാണുമ്പോൾ ഉള്ള റിയാലിറ്റി ഉള്ള വ്യത്യാസമല്ലേ. അതുപോലെ തന്നെ അത് ഇൻസ്റ്റാഗ്രാം, ഇത് റിയൽ ലൈഫിൽ പുള്ളി നാട്ടിൽ നിന്ന് പോകുന്നവർ ഇങ്ങനെയൊക്കെയായിരുന്നു, പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കെല്ലാം മാറി. അപ്പം ആ ഒരു എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റാണ് വരുന്നത്. The poet uses a very simple language to present his ideas. അല്ലേ,
ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല, ആർക്കും വായിച്ചാൽ മനസ്സിലാവും. ആൻഡ് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ പോയം. ദ പോയം ഇസ് ഡിവൈഡ് ഇൻ ടു 2 സെക്ഷൻ. 2 സെക്ഷനാണ്. കാരണം ആദ്യത്തെ സെക്ഷനിൽ പോയറ്റിൻ്റെ എക്സ്പെക്റ്റേഷനും രണ്ടാമതിലെ റിയാലിറ്റിയും, എന്താണ് വില്ലേജ് വന്നപ്പം കണ്ടത് എന്ന റിയാലിറ്റിയുമാണ് പറയുന്നത്. ദർ ആർ സോ മെനി ഇൻസ്റ്റൻസസ് ഓഫ് സറ്റയർ ഓൾസോ. ഭയങ്കര ഒരു സർക്കാസ്റ്റിക് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ത്രൂ ദിസ് പോയം ദ പോയറ്റ് റോസ് ദ ആക്ച്വൽ കണ്ടീഷൻ ഓഫ് അവർ സ്റ്റേറ്റ് വെരി ക്ലിയർലി. നമ്മുടെ ആ ഒരു സ്റ്റേറ്റിൻ്റെ ആക്ച്വൽ കണ്ടീഷൻ പറയുകയും കൂടാണ്. കാരണം ഉണ്ടായിരുന്ന പാഡി ഫീൽഡെല്ലാം നിർത്തി റബ്ബർ കൾട്ടിവേഷൻ ഇറങ്ങിയിട്ട് ഇപ്പം ഗ്രെയിൻസ് കിട്ടുമോയെന്ന് പറഞ്ഞ് സെൻട്രലിലേക്ക് പോയേക്കാണ് അല്ലേ. എന്തൊരു കഷ്ടം. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതുക. അതെ, ഏതെങ്കിലും ഒരു പോയം ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചോദിച്ചിരിക്കും, മസ്റ്റാണ്. ഓക്കെ, ഈ റൈസ് എന്ന പോയം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോണം, നോക്കി വെച്ചോ. ഒരു അപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ കണ്ടിരിക്കും എന്ന് ഞാൻ എന്താ എഴുതിയടി വരിട്ട് വെക്കാം. ഓക്കെ, അപ്രീസിയേഷൻ ചോദിച്ചിരിക്കും കേട്ടോ. ചെമ്മനം ചാക്കോ ഒരു മാസ്റ്റർ സെറ്ററിസ്റ്റ് ആണ്. ഹു ഹാസ് ഫൗട്ട് മെനി ബാറ്റിൽ വിത്ത് സിസ്റ്റം ത്രൂ ഹിസ് റൈറ്റിംഗ്. അതായത് തൻ്റെ എഴുത്തുകൾ കൊണ്ട് കറൻ്റ്ലി പ്രിവെയിലിംഗ് ആയിട്ടുള്ള പല സിസ്റ്റത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചെമ്മനം ചാക്കോ. അദ്ദേഹത്തിൻ്റെ പോയമായിട്ടുള്ള റൈസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പോയം 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ, രണ്ടാമത്തെ എന്താണ് പറയൂ, റിയാലിറ്റി. Then the poet expects that when he reaches home after his higher study, he would be able to see paddy field. എന്നാൽ poet wants to reach his home quickly. പെട്ടെന്ന് ഈ ട്രെയിൻ ഒന്ന് സ്പീഡിൽ പോയാലോ എന്നൊക്കെ പോയിട്ട് ആലോചിക്കുന്നുണ്ടല്ലേ. എന്നിട്ട് എല്ലാം നടക്കുന്നുണ്ടോ? ഇല്ല, വീട്ടിൽ ചെന്നിട്ട് എല്ലാം പോയി. വിചാരിച്ചത് എല്ലാം പോയി. അപ്പം ലാസ്റ്റ് എന്താണെന്ന് നോക്കി, ഈ ഒരു സെൻറ്റൻസ് ലാസ്റ്റ് നോക്കാം. The farmers have shifted from the food crops to cash crops. The poet is sarcastic and criticizes the irresponsible stand of the politicians. He sees the chief minister off like an arrow to the sender to clamor for more grains. The poet doubts if he would also request the sender for some husk to make toys. അപ്പോൾ അതൊക്കെയാണ് ആ മെയിൻ പാലം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടോ, റൈറ്റപ്പ് എഴുതാൻ ചോദിക്കും. റൈറ്റപ്പ് എഴുതാൻ ചോദിക്കും. അതുപോലെ ഒരു പാരഗ്രാഫ് റൈറ്റ് ചെയ്യാൻ പറയും. എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് എ സിസ്റ്റം ഓഫ് വാല്യൂ വി ഹാവ് ദ മാർക്കറ്റ് റൂളിംഗ് അസ്, മേക്കിംഗ് ഡിസിഷൻ ഫോർ അസ്. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ചെമ്മനം ചാക്കോ. അതായത് വി ഹാവ് ദ മാർക്കറ്റ് റൂളിംഗ് അസ്. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലേ റൈസ് ഉണ്ടായിരുന്ന പാഡി ഫീൽഡ് കളഞ്ഞിട്ട് ഇപ്പം റബ്ബർ കൾട്ടിവേറ്റ് ചെയ്ത്, എന്നിട്ടിപ്പം അതില്ല, അതിനു വേണ്ടി സെൻട്രലോട്ട് പോകാന്ന് പറയുന്നത് ആക്ച്വലി അതൊക്കെ തെറ്റാണ്. നമ്മളേതായ ഒരു ഡീഡ് കാരണമാണ് അതൊക്കെ സംഭവിച്ചത്. പക്ഷേ മാർക്കറ്റ് ഈസ് റൂളിങ് അസ് എന്ന് പറയുന്നതാണ് മറ്റൊരു സത്യം. അതായത് നമുക്ക് പാഡി ഫീൽഡ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം അതൊരു നഷ്ടമാണ്. ഓക്കെ, എല്ലാവരും പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് എന്ന രീതിയിലേക്ക് മാറുമ്പം നമ്മൾ മാത്രമായിട്ട് ആ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന രീതിയിലേക്ക് പോവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, ഈ ഒരു പാരഗ്രാഫ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. But it is too difficult to earn a huge profit from farming. So people are forced to select white collar jobs instead of farming. So we can say that market is making decision for us. It doesn't consider the people from all sections of our society. എനിക്ക് തോന്നുന്നു അതല്ലേ നമുക്ക് കറക്റ്റ് അല്ലേ. മാർക്കറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരെയും നോക്കുന്നതല്ല. എപ്പോഴും ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചായവുള്ള, കാരണം അവരാണ് മാർക്കറ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ അങ്ങോട്ടല്ലേ ചായു. നമ്മുടെ ആ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിയിലേക്ക് അവരൊരിക്കലും ഫോക്കസ് ചെയ്യുന്നില്ല. ചില ആളുകൾ അവരുടേതായ ഡിസിഷൻസ് മേക്ക് ചെയ്യും, എന്നാൽ ചിലരത് ഒബൈ ചെയ്യുന്നവരാണ്. അപ്പം ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ആരെയാണ്? നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്കാണ്. ഇറ്റ് അഫക്ട്സ് ദ ലൈഫ് ഓഫ് ഓർഡിനറി പീപ്പിൾ ഗ്രേറ്റ്ലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, in our market the price offered for food crops is less than that of cash crops. Cash cropsന് ലഭിക്കുന്ന ആ ഒരു പ്രൈസ് ഫുഡ് ക്രോപ്സിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്യാഷ് ക്രോപ്സിലോട്ട് മാറും. അതവരുടെ തെറ്റല്ല, അവർ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ്. പിന്നെയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പോയത്തിലെ ലൈൻസ് വന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആരെഴുതിയതാണ്, എന്തിനാണ് പോയിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയത്? ഡോക്ടറൽ ഡിഗ്രിക്ക് വേണ്ടി.
Then what is he eager to eat from home? ഹോമിൽ നിന്ന് എന്ത് കഴിക്കാനായിരുന്നു ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്? അത്തിക്കര റൈസ്. അടുത്തൊരു ചോദ്യം കണ്ടോ, സജഷൻ. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മളോട് സജഷൻ എഴുതാൻ പറയും. അതിപ്പോൾ ചിലപ്പം മാച്ച് ബോക്സ് എന്ന ചാപ്റ്ററിൽ നമ്മുടെ ആ ഒരു എന്താണ് ലേഡിയുടെ ഹസ്ബൻഡും ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഹസ്ബൻഡിനോട് എന്തെങ്കിലും സജഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ലേഡിക്ക് സജഷൻ കൊടുക്കാനോ, അതുപോലെ നമ്മുടെ 3 വീൽഡ് റവല്യൂഷനിലെ ഇർഫാൻ അലം ആ ഒരു റിക്ഷ, അപ്പോൾ ആ റിക്ഷയിലേക്ക് എന്തെങ്കിലും പുതിയ ഡിസൈൻസ് സജസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും, അതുപോലെ ഡ്രഗ് അബ്യൂസിൽ എന്തെങ്കിലും സജഷൻ, എങ്ങനെ നമുക്ക് ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കാം എന്നുള്ള സജഷനൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ഗ്രൂപ്പ് ഫാമിംഗ്, ഫാമേഴ്സ് നീഡ് മോർ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫ്രം ദ ഗവൺമെൻറ്. 2 സജഷനാണ് എങ്ങനെ നമുക്ക് ഒരു അഗ്രികൾച്ചർ ക്രോപ്പിൽ ഫാമിങ്ങിലുള്ള ഒരു ഡ്രാസ്റ്റിക് ഫോള് എങ്ങനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനെതിരായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെ ഒരു 2 സജഷൻ എന്തെങ്കിലും എഴുതാൻ ചോദിക്കും. ദെൻ ഒരു പോയറ്റിക് ലൈൻസ് വന്നിട്ട് അതിൽ ഐഡിയ എലാബറേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കാണാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കാരണം ഇതിപ്പോൾ തന്നെ ഓൾറെഡി 1 hour ആയി, ഇതിപ്പോൾ ഇവിടെ നിർത്തും കുറച്ച് കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട്, കാരണം അടുത്തത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ബ്രിങ് ഔട്ട് ദ എലമെൻറ്റ്സ് ഓഫ് സറ്റയർ ഇൻ ദ പോയം റൈസ്, ഹൈലൈറ്റിംഗ് ദ ചേഞ്ചസ് ഇൻ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ. ഇവിടെ റൈസ് ഫാമിംഗ് ഒരു ക്വയറ്റ് ഇൻകൺവീനിയൻ്റ് ആണ്, അതുകൊണ്ടാണ് റബ്ബർ പ്ലാന്റിങ്ങിലേക്ക് ആളുകൾ മാറിയത്. റൈറ്റ് 2 സജഷൻ ടു പ്രൊമോട്ട് റൈസ് ഫാമിംഗ്. റൈസ് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 2 സജഷൻ. ഡെവലപ്പ് ന്യൂ റൈസ് വെറൈറ്റി, ഫർദറിങ് റൈസ് റിസർച്ച് ത്രൂ ഇന്നോവേറ്റീവ് ടെക്നോളജി. ഇന്നോവേറ്റീവ് ടെക്നോളജി യൂസ് ചെയ്താൽ തീർച്ചയായും കുറേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ലാഭിക്കാമല്ലോ, അപ്പോൾ അങ്ങനെ മാറ്റുക. ദി ഗവൺമെൻറ് ഗീവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇൻസ്റ്റൻസ് ഓഫ് സറ്റയറിൻ്റെ പോയം. ഈ പോയറ്റിക് ലൈൻസിൽ നിന്ന് ഒരു സറ്റയർ ആയിട്ടുള്ളൊരു വരി തരിക. എന്താണ്? പാഡി ഫീൽഡ് ഇല്ലാത്തവർക്ക് ഗവൺമെൻറ് റൈസ് കൊടുക്കുന്നു. ആക്ച്വലി എന്താണ്, പാഡി ഫീൽഡ് നികത്തി അവിടെ റബ്ബർ പ്ലാന്റ്സ് നട്ടിട്ട് ഇപ്പോൾ പറയുകയാണ് പാഡി ഫീൽഡ് ഇല്ലാത്തവർക്ക് റൈസ് കൊടുക്കുന്നു. അപ്പോൾ അതൊരു വിരോധാഭാസമല്ലേ? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ്, എലാബറേറ്റ് ദ ഐഡിയ. അപ്പം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്, അതും ഉടനെ തന്നെ അപ്ലോഡ് ആവുന്നതാണ്. നിങ്ങൾ സ്പീഡായിട്ട് ടൈം ലാപ്സിലൊക്കെ ഇട്ട് കാണാൻ ശ്രമിക്കുക, പെട്ടെന്ന് നമുക്ക് തീർക്കേണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു. ഫ്രണ്ട്സിനെ കഴിച്ചെടുക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.